ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമുക്ക് മാങ്ങ പുളിശ്ശേരി വെച്ചാലോ, മാമ്പഴ പുളിശ്ശേരി കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ 2-3 മാങ്ങ കിട്ടി. ഒന്ന് ഇങ്ങനെ ചപ്പി കുടിക്കുന്ന മാങ്ങയും പിന്നെ വിനോൻ വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന മാങ്ങ. അപ്പോൾ 1-2 അങ്ങനെ റെഡിയാക്കി എടുത്തു. ഞാനത് അരിഞ്ഞൊക്കെ ഇട്ട് തൊലി പൊളിച്ചിട്ട് നല്ലോണം അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടു. അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി. നല്ല മാങ്ങയാണ്, പക്ഷേ മധുരം കുറവാണ്. അപ്പം നമുക്ക് പഞ്ചസാര ഇടണം. അപ്പോൾ ഇതിൽ ഞാൻ 2 സ്പൂൺ പഞ്ചസാര, ഇത്തിരി മുളക് പൊടി, ഒരു കളറിന് മാത്രം ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി ഇട്ട് നല്ലോണം ഇളക്കി കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ടു, മധുരം നോക്കിയിട്ട് പിന്നെ ഇടാമെന്ന് കരുതി. പക്ഷെ അത് പാകമായിരുന്നു. അപ്പോൾ പച്ചമുളക് എടുത്ത് അതും അരിഞ്ഞിട്ടു. ചിലരത് പച്ചമുളക് നല്ലോണം അരച്ച് ചേർത്ത് വെക്കാറുണ്ട്. അപ്പോൾ എനിക്കത് പച്ചമുളക് എനിക്ക് ചോറിലിട്ട് ഞെരടി തിന്നണത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞാണ് ഇട്ടത്. അപ്പോൾ അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വേപ്പിലയും കൂടി അരച്ച് നല്ലോണം മഷി പോലെ അരച്ചും വെച്ചു. പിന്നെ നമ്മുടെ മോര്, നല്ല പുളി അധികം ഇല്ല, ആ മോര് നല്ലോണം അടിച്ചു വെച്ചിട്ട് തേങ്ങ ഒന്ന് നല്ലോണം ചൂടാക്കിയെടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ മോരും അതിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടേ ചൂടാക്കിയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മോര് നമ്മൾ പിരിഞ്ഞു പോകൂലേ. അപ്പോൾ നമുക്ക് ചട്ടിയിലിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം, അപ്പോൾ എന്നാലേ ആ കറിയുടെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത്തിരി കടുകൊക്കെ പൊട്ടിച്ചിട്ടു, ഇത്തിരി ഉലുവ ഇട്ടു, ഇത്തിരി വേപ്പിലയൊക്കെ ഇട്ടു. അതെല്ലാം കൂടി നല്ലോണം പൊട്ടി. കടുക് പൊട്ടിയതിന് ശേഷം കേട്ടോ ഞാനത് ഇട്ട്, അല്ലെങ്കിൽ ഒരു പച്ചച്ചൊവ ചോക്കും. അപ്പോൾ ഇത്തിരി ഉള്ളിയും നമ്മുടെ വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് വറുത്ത് കോരിയെടുത്ത് ആ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടു. നല്ല സൂപ്പർ